ഞാനിതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൻ്റെയാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ന്യൂ പ്രൊജക്റ്റ് എടുക്കുക, അതിൽ സ്പേസ് കൊടുക്കുക, മീറ്റർ കിലോ ന്യൂട്ടൺ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, ദെൻ ഓക്കെ. ദെൻ ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ ആഡ് ബീം കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. ദെൻ ഇതിൽ ജിയോമെട്രി എടുക്കുക. ജിയോമെട്രി എടുക്കുമ്പോൾ ഏറ്റവും അടിയിൽ കാണാൻ പറ്റും റൺ സ്ട്രക്ചർ വിസാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് സെലക്ട് ചെയ്യാം. റൺ സ്ട്രക്ചർ വിസാർഡ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇവിടെ ട്രസ് മോഡലൊക്കെ എടുക്കണ്ടാവുക, അത് മാറ്റിയിട്ട് ഫ്രെയിം മോഡലാക്കുക. ഇവിടെ നമുക്ക് ബേ ഫ്രെയിമാണ്, ബേ ഫ്രെയിമിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഓർത്ത് വയ്ക്കുക കേട്ടോ. ബാക്കിയുള്ളതൊന്നും നമുക്ക് ഓർത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമുക്ക് എപ്പോഴും ഓർത്ത് വയ്ക്കണം. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ലെങ്ത്ത് വൈസ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഇതിലൊന്നും മാറ്റം വരുത്തണില്ല, ജസ്റ്റ് തന്നെ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഞാനിവിടെ ലെങ്ത്ത് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു 6 കൊടുത്തു. എത്ര ബേസ് വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ ഒരു 2 ബേസ് കൊടുത്തു. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ കൊടുക്കുന്നത് ഒരു 8 എത്ര ഹൈറ്റ് വൈസ് ആയിട്ട് എത്ര ബേസ് വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ അതിനവിടെ ഒരു 4 കൊടുത്തു. 4 ബേസ് ഉണ്ട്. ഇനി വിഡ്ത്ത് എന്ന് വെച്ചപ്പോൾ അവിടെ ഞാനൊരു 6 കൊടുത്തു, 2. ദെൻ അപ്ലൈ ചെയ്യുക. അപ്പം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഫ്രെയിം ഇവിടെ വന്നിട്ടുണ്ടാവും. ദെൻ ഇത് നമുക്ക് സ്റ്റാഡിലോട്ടാക്കി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഫയൽ എടുക്കുക, മെർജ് മോഡൽ വിത്ത് സ്റ്റാഡ് പ്രോ മോഡൽ എന്ന് എടുക്കുന്നുണ്ടാവും, അത് പിടിച്ച് ക്ലിക്ക് ചെയ്യുക, യെസ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഫ്രെയിമിൻ്റെ ഒരു മോഡൽ വന്നിട്ടുണ്ടായിരിക്കും. ദെൻ ഇത് പിടിച്ച് എന്ത് ചെയ്യാം, ഇപ്പം നമുക്ക് ആ ഒരു ബിൽഡിങ്ങിൻ്റെ മോഡൽ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ ജനറൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്, അതെടുക്കാം. ജനറൽ എടുക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, നമുക്ക് ഈ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ കാര്യം എടുക്കുമ്പോൾ അവിടെ 3 കമ്പോണൻ്റാണ് മെയിനായിട്ട് ജനറലിൽ വരുന്നത്. ഒന്ന് പറയുന്നത് സ്ലാബ്, ബീം, അതുപോലെ തന്നെ കോളം. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ലാബും ബീമും കൊടുക്കാൻ പറ്റും, സ്ലാബല്ല കോളം ബീമും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ കോളം ബീമും റെക്റ്റാങ്കുലർ ഷേപ്പ്ഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡിഫൈൻ എടുത്തു, റെക്റ്റാങ്കിൾ എടുത്തു. ഞാനിപ്പോൾ ഒരു ഇത് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ കൊടുക്കണ കോളം എന്ന് പറയുന്നത് സെയിം ആയിട്ടുള്ള സൈസാണ്, അതായത് സ്ക്വയർ കോളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്തു, ഒരെണ്ണം വന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് ബീമാണ്. ബീം എന്ന് പറയുന്നത് ഒരു 0.4ഉം 0.2 ആണുള്ളത്, അത് കൊടുത്തു, ക്ലോസ് കൊടുത്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഈ സാധനത്തിലോട്ട് ഈ മെറ്റീരിയൽസ് എല്ലാം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യം എന്ന് പറയുന്നത് എന്താണ്, കോളാന്ന് ഞാൻ പറഞ്ഞു. ഇതെടുത്ത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഇതിൽ സെലക്റ്റിൽ പോയിട്ട് ബീം പാരലൽ ടു വൈ എടുക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും അസൈൻ ടു സെലക്റ്റഡ് ബീംസ് നിർത്തി എടുക്കണ്ടാവും, അസൈൻ കൊടുക്കുക, യെസ് കൊടുക്കുക. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരിക്കും. അടുത്തതെന്ന് പറഞ്ഞത് ഇതെടുക്കുക. അതിന് ശേഷം സെലക്ട് എടുക്കുക. സെലക്റ്റിൽ പോയിട്ട് ബീം പാരലൽ ടു എക്സ് ഉണ്ടാവും, വീണ്ടും പോയിട്ട് ബീം പാരലൽ ടു സെഡ് ഉണ്ടാവും. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരിക്കും. അസൈൻ ടു സെലക്റ്റഡ് ബീംസ് ആയിരിക്കും, അസൈൻ കൊടുക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് എന്താണ്, സ്ലാബാണ്. സ്ലാബ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഇരിക്കേണ്ടാവുക, ഈ ഒരു XY പ്ലെയിനിൽ തന്നെ XZ പ്ലെയിനിലായിരിക്കും സ്ലാബ് എടുക്കേണ്ടാവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സ്ലാബ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെലക്റ്റിൽ പോയിട്ട് ബീം പാരലൽ ടു എക്സും ബീം പാരലൽ ടു വൈയും ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടാവും. ദെൻ ഫിൽ പ്ലേറ്റ് എടുക്കുന്നുണ്ട്. ഇതാണ് ഫിൽ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എടുക്കണ്ടാവുക, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 16 പ്ലേറ്റ്സ് ആണെന്ന് കണ്ടു, അത് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്കത് സെലക്ട് ആക്കാൻ പറ്റും. ദെൻ ഇതിനെന്ത് ചെയ്യണം, ഒരു തിക്നെസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ തിക്നെസ് എടുത്തു. തിക്നെസ്സിൽ ഞാനിവിടെ കൊടുക്കുന്നത് കോൺസ്റ്റൻറ്റ് ഒരു വാല്യൂ ഉണ്ട്, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു വാല്യൂ പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മാറ്റങ്ങളൊന്നും വരുത്തണ്ട. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയണ വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 0.125 ആണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ആഡ് കൊടുക്കുക, ക്ലോസ് കൊടുക്കുക. നമുക്കവിടെ തിക്നെസ് വന്നിട്ടുണ്ടായിരിക്കും. തിക്നെസ് എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് തിക്നെസ് അവിടെ സെലക്ട് ചെയ്തു. ദെൻ സെലക്റ്റിൽ പോയിട്ട് ബീം പാരലൽ ടു എക്സും ബീം പാരലൽ ടു തിക്നെസ് പ്ലേറ്റ് സെലക്ട് ചെയ്യുക. തിക്നെസ് പ്ലേറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്ലേറ്റ് ക്രൂസർ എടുക്കുക. പ്ലേറ്റ് ക്രൂസർ എടുത്തിട്ട് ഫുള്ളായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, അസൈൻ കൊടുക്കുക.
ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് വന്നിട്ടുണ്ടാവില്ല, സ്ലാബിൻ്റെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോൾ സെലക്ട് ചെയ്ത് അസൈൻ ടു പ്ലേറ്റ് ചെയ്താൽ മതി. ഇപ്പം എല്ലാം ചെയ്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് സപ്പോർട്ടാണ്. സപ്പോർട്ട് എടുത്തു. സപ്പോർട്ട് എടുക്കുമ്പോൾ പ്രോപ്പർട്ടി നോക്കട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സപ്പോർട്ടാണ്. സപ്പോർട്ട് എടുത്തിട്ട് നമുക്കിവിടെ ഫിക്സഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ഫിക്സഡ് ബട്ട് കൊടുക്കാം. ഫിക്സഡ് ബട്ട് കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ FY ഒഴികെ ബാക്കി എല്ലാത്തിനും ടിക്കറ്റ് കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. ഇപ്പം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റും, ഫിക്സഡ് കൊടുക്കാൻ പറ്റും. മിക്ക കേസുകളിലും ഫിക്സഡ് ബട്ടാണ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ഫിക്സഡ് കൊടുക്കുന്നു. ഇതിനവിടെ സപ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഫ്രണ്ട് വ്യൂ ആക്കുക. ദെൻ അതിന് ശേഷം ഇവിടെ കണ്ട ഈ നോഡ് ക്രൂസർ എന്ന് എടുക്കണ്ടാവും, അത് പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിക്കുക. അപ്പോൾ അടിയിൽ വന്നിട്ടുണ്ടാവും. ദെൻ ഈ 3D എടുക്കുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഉള്ളിലും വന്നിട്ടുണ്ടായിരിക്കും. ദെൻ സപ്പോർട്ട് എടുക്കുക, അസൈൻ കൊടുക്കുക. ദെൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തോട്ടും വന്നിട്ടുണ്ടാവും. അസൈൻ ടു സെലക്റ്റഡ് നോട്ട്സ് ആണ് കേട്ടോ. ദെൻ അപ്പോൾ എല്ലാവരും ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയും കൊടുത്തു, എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം ലോഡ് ആൻഡ് ഡെഫിനേഷനാണ്. ലോഡ് ആൻഡ് ഡെഫിനേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ മറ്റ് നമ്മൾ ചെയ്യാറുള്ളതും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ആഡ് കൊടുക്കുക. ആഡിൽ പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കാണുന്നത് ഡെഡ് ലോഡാണ്. ഡെഡ് ലോഡ് സെലക്ട് ചെയ്തു. ഡെഡ് ലോഡ് സെലക്ട് ചെയ്തിട്ട് ഇവിടെയും ഡെഡ് ലോഡ് എന്ന് വേണമെങ്കിൽ കൊടുത്താൽ മതി. ആഡ് കൊടുത്തു. ഡെഡ് ലോഡിൽ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. ഡെഡ് ലോഡ് എടുക്കുക, ആഡ് കൊടുക്കാം. ഡെഡ് ലോഡിൽ നമുക്ക് കൊടുക്കാനുള്ളത് ഒന്ന് സെൽഫ് വെയിറ്റ് ആണ്. സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ആഡ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് മെമ്പർ ലോഡാണ്. മെമ്പർ ലോഡ് വരുന്നത് നമുക്കൊരു യൂണിഫോം മെമ്പർ ലോഡ് എന്ന് പറയുന്നത് UDL ആണ്. നമുക്ക് ഇഷ്ടമുള്ളതൊരു 5 to ഒരു 50 കൊടുക്കാം. -50 ആണ് കൊടുക്കണേ. ദെൻ ഇതൊന്നും കൊടുക്കണ്ട കേട്ടോ. ദെൻ GY ആണോ എന്ന് നോക്കുക, ആഡ് കൊടുക്കാം. പിന്നെ പറയുന്നത് ഒരു ഫ്ലോറാണ്. ഒരു ഫ്ലോർ ലോഡ് ഉണ്ടായിരിക്കും. ഫ്ലോർ ലോഡ് എന്ന് പറയുന്നത് പ്രഷർ തന്നിട്ടില്ലെങ്കിൽ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ടായിരിക്കും. പ്രഷർ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ഇടാം. അപ്പോൾ ഞാൻ തരാത്തതുകൊണ്ട് ഒരു -1.5 ഇട്ടു. ദെൻ നമ്മൾ മിനിമം എന്ന് ഉദ്ദേശിക്കുന്നത് 0 ആയിരിക്കും. മാക്സിമം എന്ന് പറയുന്നത് നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ്. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എപ്പോഴും ഓർമ്മ വേണമെന്നുള്ളത്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് 8 മീറ്റർ ആയിരുന്നു. അപ്പോൾ അത് കൊടുക്കാം, ആഡ് കൊടുത്തു. പിന്നെ അതിന് ശേഷം ആഡ് കൊടുത്തു, ക്ലോസ് കൊടുക്കുക. 2 പ്രാവശ്യം വന്നു. അപ്പോൾ പ്രാവശ്യം ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ. സെൽഫ് വെയിറ്റ് എന്ന് പറയുമ്പോൾ സെൽഫ് വെയിറ്റ് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും. അത് എന്ത് ചെയ്യണം, അസൈൻ ടു വ്യൂ കൊടുത്താൽ മതി. സെൽഫ് വെയിറ്റ് ആ ഒരു ഓൾ ബിൽഡിങ് മൊത്തമായിട്ട് വരുന്നതാണ്. അപ്പോൾ അസൈൻ ടു വ്യൂ കൊടുത്തു. അപ്പോൾ അതിനകത്തും വന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് മെമ്പർ ലോഡാണ്. മെമ്പർ ലോഡ് എന്ന് പറയുന്നത് എവിടെ മാത്രമേ വരുള്ളൂ, ആ ഒരു സ്ലാബിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യണം, അത് സെലക്ട് ചെയ്തിട്ട് ബീം പാരലൽ ടു എക്സും കൊടുക്കാം, ബീം പാരലൽ ടു സെഡും കൊടുക്കുക. അപ്പോൾ അതിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇത് ഓൾറെഡി ഫ്ലോർ ലോഡ് ഓൾറെഡി കൊടുത്തതായിരിക്കും. ദെൻ അസൈൻ കൊടുത്താൽ മതി, യെസ് കൊടുക്കുക.
അപ്പോൾ എല്ലാം വന്നിട്ടുണ്ടായിരിക്കും കണ്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഉള്ളിൽ സ്ലാബുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, അടുത്തതെന്ന് പറയുന്നത് അനലൈസ് പ്രിൻ്റ് കൊടുക്കുക. ഓക്കെ, ആഡ് കൊടുത്തു, ക്ലോസ് കൊടുത്തു. ഇനി അനലൈസ് കൊടുക്കുക, പെർഫോം അനലൈസ് കൊടുക്കുക. കുറച്ചേരം പിടിക്കും. റെഡി ആയിട്ടുണ്ട്. ദെൻ ഗോ ടു പ്രോസസ്സിങ് മോഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫ്രെയിമിൻ്റെ FI എല്ലാം കണ്ടുപിടിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇത് ഫ്രണ്ട് വ്യൂ ഇട്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇത്രയ്ക്കേ ഉള്ളൂ.